ഇന്നൊരു വെറൈറ്റി സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മുട്ട വെച്ചിട്ട് നമ്മൾ പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടാവും. അപ്പോൾ ചായയുടെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് മെയിനായിട്ടും വേണ്ടത് മുട്ട തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിനെടുക്കാം. ഞാനിപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഗ് യോക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ മുട്ടയും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വലിയ ഒരു ഉള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിൻ്റെ കളറെല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കുറച്ച് മതി. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 1/4 ടീസ്പൂൺ വീതം മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് യോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. എഗ് യോക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ മസാലയിൽ നല്ലപോലെ മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു മസാല കൂടി റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഏകദേശം 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു പച്ചമുളകും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അത് ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പകുതി ആക്കിയപ്പം 12 പീസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ 6 പീസിൽ നമ്മൾ എഗ് യോക്കിൻ്റെ മസാലയും ബാക്കിയുള്ള 6 പീസിൽ നമ്മുടെ തേങ്ങൻ്റെ ചമ്മന്തിയുമാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ, കുറവോ കൂടുതലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ നല്ലപോലെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ എഗ് വൈറ്റും ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പകുതിയിൽ എഗ് യോക്കിൻ്റെ മസാലയും മറ്റേ പകുതിയിൽ ചമ്മന്തിയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു എഗ് യോക്കിൻ്റെ മസാല ഫില്ല് ചെയ്ത പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചമ്മന്തി ഫില്ല് ചെയ്ത എഗ് വൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരെണ്ണം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. കാണാൻ തന്നെ അടിപൊളി ഒരു വെറൈറ്റി ലുക്കാണ്. അതേപോലെ തന്നെയാണ് കഴിക്കാനും വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.